വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് us മിഷൻ PSC മുഴുവൻ മാർക്കും നേടാം. 2024 ഓഗസ്റ്റ് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും നമുക്ക് നോക്കാം. പാർട്ട് 4 വീഡിയോ. ആദ്യത്തെ ചോദ്യം, ജനഹൃദയങ്ങളിൽ ദേശസ്നേഹവും ദേശീയ പതാകയെക്കുറിച്ചുള്ള അവബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഓഗസ്റ്റ് 9 മുതൽ ഓഗസ്റ്റ് 15 വരെ നടത്തുന്ന ക്യാമ്പയിനിൻ്റെ പേരെന്ത്? ഉത്തരം ഹർഘർ തിരങ്ക ക്യാമ്പയിൻ. ചോദ്യം 62, ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യയുടെ ജന്മദിനം എന്ന്? ഉത്തരം ഓഗസ്റ്റ് 9. 63, സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരത്തിന്റെ പേരെന്ത്? ഉത്തരം ആർദ്ര കേരളം. 2024 ആർദ്ര കേരളം സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് നോക്കാം. മികച്ച ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ മണീട് ഗ്രാമപഞ്ചായത്ത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത്. മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് മികച്ച ജില്ലാ പഞ്ചായത്തിന്റെ ആർദ്ര കേരളം പുരസ്കാരം നേടിയത്. 64, യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ അജന്ത ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. ചോദ്യം 65, പ്രശസ്തമായ ഹോളിവുഡിന്റെ ആസ്ഥാനം ഏത് നഗരത്തിൽ? അമേരിക്കയിലെ ലോസ് ആഞ്ചലീസ് നഗരത്തിൽ. ചോദ്യം 64, രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിംഗ് ഫ്രെയിംവർക്ക് റാങ്ക് പട്ടികയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തെത്തിയ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ്? ഉത്തരം IIT മദ്രാസ്. 2024 ഓഗസ്റ്റ് 16 വിക്ഷേപിക്കുന്ന ഭാരതത്തിന്റെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേരെന്ത്? ഉത്തരം EOS 08. പരിസ്ഥിതി നിരീക്ഷണം, ദുരന്ത നിവാരണം, ഗഗൻയാൻ ദൗത്യ പിന്തുണ, സമുദ്രോപരിതല കാറ്റിന്റെ വിശകലനം, മണ്ണിന്റെ ഈർപ്പം വിലയിരുത്തൽ, ഹിമാലയൻ മേഖലയിലെ ക്രയോസ്ഫിയർ പഠനം, വെള്ളപ്പൊക്കം കണ്ടെത്തൽ, ഉൾനാടൻ ജലാശയങ്ങളുടെ നിരീക്ഷണം എന്നിവയാണ് ഉപഗ്രഹത്തിന്റെ പ്രധാന ദൗത്യങ്ങൾ. ചോദ്യം 68, ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1980. ചോദ്യം 69, കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പേരെന്ത്? ഉത്തരം P. സതീദേവി. ചോദ്യം 70, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി തലവൻ ആര്? ഉത്തരം തോമസ് ബാക്ക്. ചോദ്യം 71, സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരമേത്? ഉത്തരം മൂവാറ്റുപുഴ. ചോദ്യം 72, മികച്ച കർഷകന് സംസ്ഥാന കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഇടുക്കി രാജകണ്ഠം സ്വദേശി CD രവീന്ദ്രൻ നായർക്ക്. ചോദ്യം 73, കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള C. അച്യുതമേനോൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്. ചോദ്യം 74, ഗോഡ് ഓഫ് മോഡേൺ ഇന്ത്യൻ ഹോക്കി എന്ന പേരിൽ ഹോക്കി ഇന്ത്യ നടത്തിയ യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത് ആർക്കു വേണ്ടിയാണ്? ഉത്തരം PR ശ്രീജേഷ്. ചോദ്യം 75, അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം സ്വിറ്റ്സർലൻഡിലെ ലൂസേയിൽ. ചോദ്യം 76, 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രമേയം എന്തായിരുന്നു? 2047 വികസിത ഭാരതം എന്നതായിരുന്നു പ്രമേയം. ചോദ്യം 77, ദേശീയ തലത്തിൽ ഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് ദേശീയ പതാക ഉയർത്തുന്നത് ആര്? ഉത്തരം പ്രധാനമന്ത്രി. ചോദ്യം 78, സംസ്ഥാന തലത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് ദേശീയ പതാക ഉയർത്തുന്നത് ആര്? ഉത്തരം മുഖ്യമന്ത്രി. ചോദ്യം 79, 2024 കാർഷിക ഗവേഷണത്തിനുള്ള MS സ്വാമിനാഥൻ പുരസ്കാരം കരസ്ഥമാക്കിയത് ആരാണ്? ഉത്തരം മണ്ണുത്തി കർഷക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ A. ലത. ചോദ്യം 80, ഹോക്കി ഇന്ത്യ സെക്രട്ടറി ജനറൽ ആര്? ഉത്തരം ഭോലാനാഥ് സിംഗ്.